ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് സുമ്മ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മളിവിടെ ഉണർത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ സത്യസാക്ഷ്യ വചനത്തിന്റെ ഷർത്തുകളെ കുറിച്ചാണ് മൊത്തത്തിൽ പറഞ്ഞത്. അതിൽ ഒന്നാമത് പറഞ്ഞ ഷർത്ത് അൽ ഇൽം എന്നുള്ളതാണ്. അൽ ഇൽം, ചിലർ അൽ ഇൽമുൽ മുനാഫി ലിൽ ജഹൽ, ജഹലിനെ നിരാകരിക്കും വിധമുള്ള ഇൽമ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ഒന്നാമത്തെ ഷർത്ത് അത് ഇൽമാണ്. എന്താണ് അതുകൊണ്ടുള്ള താല്പര്യം? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് എന്ത് എന്നുള്ളത് നമ്മൾ അറിയലാണ്, അജ്ഞതയില്ലാത്ത വിധം അറിയലാണ്. ഇൽമിന്റെ നേരെ വിപരീതമാണ് ജഹൽ. അൽ ജഹ്ലു ദാഉൻ ഖാതിലുൻ വശിഫാഉഹു അംറാനി ഫി തർതീബി മുത്തഫിഖാനി നസ്സും മിനൽ ഖുർആനി ഔ മിൻ സുന്നത്തിൻ വതബീബു ദാകൽ ആലിമുർ റബ്ബാനി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ജഹ്ലു ദാഉൻ ഖാതിലുൻ, ജഹൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ്. മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ് ജഹൽ. വശിഫാഉഹു, അതിനുള്ള മരുന്ന് അംറാനി ഫി തർതീബി മുത്തഫിഖാനി, ക്രമാനുബദ്ധമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നസ്സു മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ടെക്സ്റ്റുകൾ, ആയത്തുകൾ, ഔ മിൻ സുന്നത്തിന്, അല്ലെങ്കിൽ സുന്നത്തിൽ നിന്നുള്ള വചനങ്ങൾ. ഇതാണ് ജഹലാകുന്ന മഹാരോഗത്തെ ശമിപ്പിക്കുവാൻ, മാറ്റാനുള്ള മരുന്ന്. വതബീബു ദാകൽ ആലിമുർ റബ്ബാനി, മാത്രല്ല മരുന്നുണ്ടായാൽ പോരാ, പിന്നെയോ വൈദ്യം വേണം. വൈദ്യനാണ് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്. അത് അള്ളാഹുവിനെ ഭയക്കുന്ന, പടച്ചോനെ പേടിയുള്ള പണ്ഡിതനാണ്. അപ്പോൾ ജഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? മഹാരോഗമാണ്. ആ മഹാരോഗത്തെ മാറ്റാൻ ഖുർആന്റെയും സുന്നത്തിൻ്റെയും പ്രമാണ വചനങ്ങളാകുന്ന മരുന്നാണ്. ഇൽമാണ് എന്നർത്ഥം. യഥാർത്ഥ ഇൽമ എന്താണ്? കിതാബിലും സുന്നത്തിലുള്ള ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലയിൽ ജഹൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലയിൽ ജഹൽ ഉണ്ടായാൽ എന്തായി? അത് നമ്മളെ പാടെ നശിപ്പിക്കും. അടിസ്ഥാനത്തെ തൊട്ട് തന്നെ നമ്മളെ നശിപ്പിക്കും. അതിൽ നമുക്ക് എന്ത് വേണം? ഇൽമ് വേണം. അജ്ഞതയെ നിരാകരിക്കും വിധമുള്ള ഇൽമ്. നമ്മൾ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിൻ്റെ തുടക്കം ലാ ഇലാഹ ഇല്ല. ലാ ഇലാഹ എന്നുള്ളത് എന്താണ്? നഫിയാണ്, നിരാകരണമാണ്. ഇല്ലല്ലാ എന്നുള്ളത് ഇസ്ബാത്താണ്, സ്ഥിരീകരണമാണ്. എന്താണ് നിരാകരിക്കപ്പെട്ടത്? എന്തിനെയാണ് സ്ഥിരീകരിച്ചത്? നിരാകരിക്കപ്പെട്ടത് അള്ളാഹു ഒഴികെയുള്ള ആരാധ്യന്മാരെയാണ്. തന്നെയാണ് നിരാകരിച്ചതും നിഷേധിച്ചതും. എങ്ങനെയാണ് നിഷേധിച്ചത്? അതൊക്കെ വ്യർത്ഥമാണ്. ഹുവൽ ബാത്തിൽ, നിരർത്ഥകാണ്. എന്നാൽ യഥാർത്ഥ ആരാധ്യനാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ഇല്ലല്ലാ. അള്ളാഹു ആകുന്നു യഥാർത്ഥ ആരാധ്യൻ. അവൻ ഏകനാണ്, അവരിൽ യാതൊരു പങ്കുകാരുമില്ല. അപ്പോൾ സ്ഥിരീകരണമുണ്ട്, നിരാകരണമുണ്ട്. വ്യാജന്മാരെ നിരാകരിച്ചു, യഥാർത്ഥമായി ഉള്ളവനെ സ്ഥിരീകരിച്ചു. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഇൽമുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഈ ഇൽമൊക്കെ ഉണ്ടാകണം. ഇതൊക്കെ അറിയണം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ. ഫഅലം, നീ അറിഞ്ഞോ എന്നാണ്, നീ മനസ്സിലാക്കിക്കോ. ഇൽമ് ഉണ്ടാക്കാനുള്ള ആഹ്വാനാണ്. ഏത് വിഷയത്തിൽ? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിഷയത്തിൽ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കാര്യം അത് നീ അറിഞ്ഞോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോൾ അറിയണം, ഇൽമ് വേണം ലാ ഇലാഹ ഇല്ലല്ലയിൽ എന്നർത്ഥം. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യംലികു അല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ
ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ വലാ യംലികു അല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ. അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ അവർ ദുആയിരക്കുന്നവർ ഷഫാഅത്തിനെ ഉടമപ്പെടുത്തണില്ല. ഷഫാഅത്ത് ആരാ ഉടമപ്പെടുത്തുന്നത്? ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ ഹക്ക് കൊണ്ടുള്ള സാക്ഷ്യം ഒഴിഞ്ഞവൻ എന്നാണ്. അവർക്ക് ഷഫാഅത്തുണ്ട്. അവർക്ക് ഷഫാഅത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രീതിപ്പെടും. അള്ളാഹു അവർക്ക് ഷഫാഅത്തിന് അനുവാദം നൽകും. അവർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകും. അവർക്ക് ഷഫാഅത്തുണ്ട്. ഈ മൻ ഷഹിദ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? ഹക്ക് കൊണ്ട് സാക്ഷ്യം പറഞ്ഞവർ അവരാണ് മുവഹിദീങ്ങൾ, അവരാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളുകൾ. അവർക്ക് ഷഫാഅത്ത് ലഭിക്കും. അവർക്ക് ഷഫാഅത്ത് ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ ഷഹിദ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് സാക്ഷ്യം പറഞ്ഞു എന്നാണ്. മൻ ഷഹിദ ബിൽ ഹഖ് എന്നാണ് ഹക്ക് കൊണ്ട് സാക്ഷ്യം പറഞ്ഞവൻ. അതിനെന്താ തഫ്സീർ? തഫ്സീർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സാക്ഷ്യം പറഞ്ഞവൻ എന്നാണ്. മൻ ഷഹിദ ബിൽ ഹഖ്, ഏറ്റവും വലിയ ഹക്ക് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. അപ്പൊ മൻ ഷഹിദ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ മൻ ഷഹിദ ബിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്. അവിടെ മൻ ഷഹിദ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർത്തിയില്ല. പിന്നെയോ വഹും യഅലമൂൻ, വഹും യഅലമൂൻ, വാവ് ഹാലിയാണ്. വഹും യഅലമൂൻ എന്ന് പറഞ്ഞാൽ അവർ അറിഞ്ഞുകൊണ്ട്, ഇൽമോട് കൂടി എന്നാണ്. അപ്പൊ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ, ഇൽമോട് കൂടി, അറിവോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിച്ചവൻ എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ ഉപകാരപ്പെടപ്പോഴാ? അറിവോട് കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറയുമ്പോഴാണ്. മനസ്സിലല്ലേ? യാചകൻ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ വല്ലതും തരണേ അല്ലേ? ചിലർ കുട്ടിനാട്ടും ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. മനസ്സിലായി? അവരുടെ കതരങ്ങളിൽ പലപ്പോഴും അതൊരു വൃഥ വർത്താനാണ്, കേവലം ഒരു അതര വ്യായാമമാണ്, എന്തെങ്കിലും ദുനിയാവ് താൽക്കാലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള. മനസ്സിലായി? എല്ലാവരും അങ്ങനെയെന്നുള്ളതല്ല, പക്ഷെ പലപ്പോഴും പ്രവർത്തനങ്ങളും നാട്യങ്ങളും അറിയിക്കണത് അതാണ്. അങ്ങനെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ പോരാ. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാ പറയേണ്ടത് മൻ ഷഹിദ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് സാക്ഷ്യം പറയണം. ഹക്ക് കൊണ്ട് സാക്ഷ്യം പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ സാക്ഷ്യം വഹിക്കണം. എങ്ങനെ? വഹും യഅലമൂൻ, അവരെ അറിഞ്ഞുകൊണ്ട്, ഇൽമോട് കൂടി എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതുപോലുള്ള ആയത്തുകൾ കൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് കേവലം നാവുകൊണ്ട് ഉച്ചരിച്ചാൽ പോരാ, പറഞ്ഞാൽ പോരാ. എന്ത് വേണം? അറിഞ്ഞ് ഉച്ചരിക്കണം, അറിഞ്ഞ് പറയണം എന്നുള്ളതാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹാദാ ബലാഗുൽ ലിന്നാസ് വലിയുൻദറൂ ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. എന്താ? ഹാദാ ബലാഗുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ബലാഗാണ്, ദഅവത്ത് എത്തിക്കലാണ്. വലിയുൻദറൂ ബിഹി, ഇതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടണം. വലിയഅലമു, ജനങ്ങൾ അറിയുകയും വേണം. അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അന്നമാ ഹു, അല്ലാഹു ഇലാഹുൻ വാഹിദ്, ഏക ഇലാഹാണെന്നത്. അപ്പൊ ഏക ഇലാഹാണെന്നത് വലിയഅലമു, അവർക്ക് ഇൽമുണ്ടാകണം എന്നാണ്, അവർക്ക് അറിയണം എന്നുള്ളതാണ്. കേവലം പറഞ്ഞാൽ പോരാ, പിന്നെന്ത് വേണം? അത് അറിയന്നെ വേണം എന്നർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ശരിയാം വിധം അറിയണം. എങ്ങനെയാണ് അറിയേണ്ടത്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാ എന്താണ് തേടുന്നത്? ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ തേട്ടം പണ്ട് മുശ്രിക്ക് മനസ്സിലാക്കിയത് പോലും ആ ഒരു ഗ്രാഹ്യത പോലും ഇല്ലാത്ത വിധമാണ്. അതൊരു ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മുശ്രിക്കിനോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ പറയൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ മാത്രയിൽ മുശ്രിക്കിന്റെ പ്രതികരണം ആ ജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, കുറെ ഇലാഹുകൾ ഉണ്ടായിരുന്നു, മുഹമ്മദ് ഒരൊറ്റ ഇലാഹാക്കി മാറ്റിയെന്നാണ്. അപ്പൊ അവരെന്താ മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന്? ഒരാളെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ആ വിധം അവരെന്ത് ചെയ്തത്? പ്രതികരിച്ചത്. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് എത്ര ആരാധ്യന്മാരാണ് മനുഷ്യന്മാര്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നിരക്കാത്ത വിധത്തിൽ പടപ്പുകളെ ആരാധിക്കുന്നു, അവരോട് വിളിച്ചു തേടുന്നു. അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പടപ്പുകളോട് തേടുന്നു. ആ വിഷയങ്ങളിൽ പടപ്പുകളെ ആശ്രയിക്കുന്നു, പടപ്പുകളെ അവലംബിക്കുന്നു. ക്ഷുദ്ര വസ്തുക്കൾ പോലും, ഏലസുകൾ, നൂലുകൾ, കൂച്ചുകൾ, അതിൽ പോലും ആളുകൾക്ക് പ്രതീക്ഷയാണ്. അവകൾ തങ്ങളുടെ ദ്രോഹങ്ങൾ തടുക്കുമെന്നുള്ള പ്രത്യാശയും വിശ്വാസമാണ് പല ആളുകൾക്കുള്ളത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോടൊപ്പം അങ്ങനെയാണത്. എന്തുകൊണ്ടാണ്?
ലാ ഇലാഹ ഇല്ലല്ലാ യഥാവിധം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് അറിയണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അൻ ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. കണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഹത്വവും ആ മഹത്വം ഉൾക്കൊള്ളാൻ, ആ ലാ ഇലാഹ ഇല്ലല്ലാ ഉപകാരപ്പെടാൻ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ പറയേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, മൻ മാത്ത ഒരാൾ മരിച്ചു, വഹുവ യഅലം അറിഞ്ഞുകൊണ്ട്, അവൻ അറിഞ്ഞുകൊണ്ട് മരിച്ചു. എന്തറിഞ്ഞുകൊണ്ട്? അൻ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവൻ മരിച്ചു എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ അറിഞ്ഞുകൊണ്ട് മരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ പറഞ്ഞത്. മൻ മാത വഹുവ യഅലം, ഒരാൾ മരിച്ചു അയാൾക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത്, എങ്കിൽ ദഖലൽ ജന്ന എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, കേവലം തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് വേണം? അത് അറിഞ്ഞ് പറയണം എന്നുള്ളതാണ്. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാ ഉപകരിക്കുക. എങ്ങനെ? സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാ ഉപകരിക്കൽ അറിഞ്ഞ് മരിക്കുമ്പോഴാണ്. ഇതേപോലെ പ്രസിദ്ധമായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയമ വ റൂഹും മിൻ വൽ ജന്നത ഹഖുൻ വൻ നാറ ഹഖുൻ അദ്ഖലഹു അല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ. എന്താ? മൻ ഷഹിദ, ഒരാൾ സാക്ഷ്യം വഹിച്ചു, അൻ ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്നതിന്. പിന്നെ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ തിരുദൂതനും തിരുദാസനുമാണെന്നതിന് സാക്ഷ്യം വഹിച്ചു. വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയമ വ റൂഹും മിൻ, ഈസാ നബി അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണ്, മറിയമിലേക്ക് അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആത്മാവാണ്, ജന്നത്ത് സത്യമാണ്, നരകം സത്യമാണ്. ഇതൊക്കെ മൻ ഷഹിദ, ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അയാൾ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അലാ മാ കാന മിനൽ അമൽ, അയാൾ അനുഷ്ഠിച്ച കർമ്മത്തോടൊപ്പം, അല്ലെങ്കിൽ അയാളുടെ കർമ്മത്തോടൊപ്പം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ, അതാണല്ലോ ആദ്യം പറഞ്ഞത്, അത് ഒരാൾ മൻ ഷഹീദ എന്നാണ്, സാക്ഷ്യം വഹിച്ചാൽ എന്നാണ്. എന്താ ഈ ഷഹാദത്ത്? ഷഹാദത്താണ് സാക്ഷിയാണ്. എപ്പോഴാണ് സാക്ഷ്യം? ഞാനൊരു കാര്യത്തിന് എപ്പോഴാണ് സാക്ഷ്യം വഹിക്കേണ്ടത്? ഞാനത് അറിഞ്ഞിട്ടാണ് വഹിക്കേണ്ടത്, അല്ലേ? ഇപ്പോൾ കോർട്ടിൽ ഞാനൊരു ഷാഹിദാണ്, സാക്ഷിയാണ്. എൻ്റെ ഒരു ഷഹാദത്ത്, സാക്ഷ്യം കോർട്ടിൽ ജഡ്ജിക്ക് ആവശ്യമുണ്ട്. ഞാൻ എപ്പോഴാണ് സാക്ഷ്യം പറയാൻ വേണ്ടി ചെല്ലുക? ഞാൻ കണ്ട് കേട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ സാക്ഷ്യം വഹിക്കുക. മനസ്സിലായി? അപ്പം ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ സാക്ഷ്യം വഹിക്കുക. ഇവിടെ മൻ ഷഹീദ എന്നാ പറഞ്ഞത്. വല്ലവനും സാക്ഷ്യം വഹിച്ചാൽ, എന്തിന് സാക്ഷ്യം വഹിച്ചാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചാൽ, അതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അറിയണം. അപ്പോൾ ലാ ഇലാഹ എന്ത്, ഇല്ലല്ലാഹ് എന്ത്, വ്യാജമായിട്ടുള്ള ആരാധ്യന്മാരാരൊക്കെ, യഥാർത്ഥ ആരാധ്യനാര്, ഇതൊക്കെ അതിൽപ്പെട്ട ഘടകങ്ങളാണ്, അതൊക്കെ അറിയണം. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്തൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടത്, എന്തൊക്കെ അറിയേണ്ടത്? അദ്ദേഹം അള്ളാഹുവിൻ്റെ അബ്ദാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അബ്ദാകുമ്പോൾ അബ്ദ് ആരാധിക്കപ്പെടാൻ പാടില്ല. അബ്ദാകുമ്പോൾ അള്ളാഹിൻ്റെ അബ്ദ് ആരാധിക്കപ്പെടാൻ പാടില്ല. പിന്നെ ആരാണ്? അള്ളാഹിൻ്റെ റസൂലാണ്. റസൂലാകുമ്പോൾ അനുധാവനം ചെയ്യപ്പെടണം, ആരാധിക്കപ്പെടാൻ പാടില്ല, അബ്ദാണ്. റസൂലാകുമ്പോൾ എന്ത് ചെയ്യണം? പിൻപറ്റണം, അനുധാവനം ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അറിയണം. അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിൻ്റെ അബ്ദാണ്, അതുകൊണ്ട് ആരാധിക്കപ്പെടാൻ പാടില്ല. റസൂലാണ്, അപ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ പിൻപറ്റണം. പിന്നെ അദ്ദേഹത്തിൽ അറിയേണ്ടത് എന്താണ്? അള്ളാഹു അദ്ദേഹം മറിയമിലേക്ക് നൽകിയ വചനമാണ്, അള്ളാഹിൻ്റെ കുൻ എന്ന കലിമത്താണ് ഈസ. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ റൂഹാണ് ഈസ. റൂഹാണ് എന്ന് പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ റൂഹാണെന്ന അള്ളാഹു പടച്ച റൂഹാണ്, അല്ലാതെ അള്ളാഹു അവതരിച്ചതല്ല, അള്ളാഹു മറിയമിൽ സന്നിവേശിച്ചതുമല്ല. പിന്നെയോ അള്ളാഹു സൃഷ്ടിച്ച റൂഹാണ്. നമ്മളൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞെന്താ? നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ റൂഹാണ്. മനസ്സിലായി? ആദമിനെ പടച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞെന്താ? ഞാൻ എൻ്റെ റൂഹിനെ ആദമിൽ ഊതിയാൽ നിങ്ങൾ ഫഖഉ ലഹു സാജിദീൻ ആണ്. വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. ആദമിനെ മണ്ണുകൊണ്ട് പഠിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാണ്,
എൻ്റെ റൂഹിൽ നിന്ന് ഞാൻ ആദമിൽ ഊതിയാൽ, എൻ്റെ റൂഹിൽ നിന്ന് ഞാൻ ആദമിൽ ഊതിയാൽ ഫഖഉ ലഹു സാജിദീൻ, നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ആദമിന് സുജൂദ് ചെയ്യണം എന്നാണ്. അവിടെ അള്ളാഹു പറഞ്ഞ എന്താ? ആദമിൽ ഊതിയത് എൻ്റെ റൂഹ് എന്നാണ്, റൂഹി എന്നാ പറഞ്ഞത്. അതേപോലെ റൂഹി എന്നാണിത്, റൂഹമ്മിൻ, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ത്? ആദമിൽ ഈസയിൽ അള്ളാഹു നൽകിയ റൂഹ്, ഈസയിൽ അള്ളാഹു നൽകിയ റൂഹ്. അല്ലാതെ അള്ളാഹു ക്രൈസ്തവ വിശ്വാസ പ്രകാരം അള്ളാഹു പുത്രനായി ജനിച്ചു അവതരിച്ചു എന്നുള്ളതല്ല. അതാണ് അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പാടുള്ളതല്ല. അതിനാണ് ഞാൻ ആദമിന്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞത്. ഏതായാലും ഇതൊക്കെ അറിയണം, എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സാക്ഷ്യം വഹിക്കേണ്ടത്. അപ്പോഴാണ് സാക്ഷ്യം, ഷഹാദത്ത്. അങ്ങനെ അറിഞ്ഞ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലാണ് പറഞ്ഞത് അത് ഖലഹുല്ലാഹുൽ ജന്ന, ആ മനുഷ്യനെ അള്ളാഹു എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവിടെ ഞാൻ എന്തിനാ ഇത് കൊണ്ടുവന്നത്? ഇത് കൊണ്ടുവന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് മനുഷ്യന് ഉപകരിക്കും, മനുഷ്യനെ നരകത്തിന് ഹറാമാക്കും, മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് മനുഷ്യന് ഉപകരിക്കുക, മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, മനുഷ്യനെ നരകത്തിൽ തൊട്ട് തടുക്കുക? അറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ പറയുമ്പോഴാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽം, അറിവാണ്. എങ്ങനെയുള്ള ഇൽമ്? അൽ മുനാഫിലിൽ ജഹൽ, ജഹിലിനെ നിരാകരിക്കും വിധമുള്ള അറിവ്. അപ്പോൾ ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ അജ്ഞതയാണ് നിറഞ്ഞിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ ഉപകരിക്കൂല. അതേസമയം അജ്ഞത പോകുന്നതിനനുസരിച്ച് അയാളുടെ ഇൽമ് മികച്ചതാവും, അറിവ് മികച്ചതാകും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയും ചെയ്യും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഉപകരിക്കുകയും ചെയ്യും. ഇവിടെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമ്മളോട് ഉണർത്തിയ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കേവല ജൽപ്പനം, പറച്ചിൽ, അത് നമ്മളിൽ നിന്നുണ്ടായാൽ പോരാ. പ്രത്യുത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി അജ്ഞത ദൂരപ്പെടുത്തിക്കൊണ്ടുള്ളതായ പ്രഖ്യാപനമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖ്റുജു മിനന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ശഈറത്തിൻ മിൻ ഖൈർ വയഖ്റുജു മിനന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ബുർറ മിൻ ഖൈർ വയഖ്റുജു മിനന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിഹി വസ്നു ദർറത്തിൻ മിൻ ഖൈർ. എന്താ ഇതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ നരകത്തിൽ നിന്ന് പുറത്തു വരും. എപ്പോൾ? അയാളുടെ കൽബിൽ ഒരു ഷഈറയുടെ, ഷഈറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബാർലി, തൂക്കം ഖൈർ ഉണ്ടെങ്കിൽ എന്നാണ്, ഈമാൻ ഉണ്ടെങ്കിൽ എന്നർത്ഥം. കാരണം എന്താ? വസ്നു ഷഈറ മിൻ ഖൈർ എന്നുള്ളതിൻ്റെ വേറെ റിവായത്തിൽ കാണാം വസ്നു ഷഈറത്തി മിൻ ഈമാൻ എന്ന്, മിൻ ഈമാൻ. അപ്പോൾ ഖൈർ എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താ? ഈമാനാണ്, ഈമാനാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ്റെ ഖൽബിൽ ഒരു ഷഈറയുടെ തൂക്കം ഈമാൻ ഉണ്ട് എങ്കിൽ അയാൾ നരകത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ്, നരകത്തിൽ നിന്ന് പുറത്തു വരും. ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ തന്നെ ചിലപ്പോൾ നരകത്തിൽ ചില തെറ്റുകൾ കാരണത്താൽ, കുറ്റങ്ങൾ കാരണത്താൽ പ്രവേശിച്ചെന്ന് വരും. ചില തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് അള്ളാഹു എന്ത് ചെയ്യും? നരകത്തിലും. ഇപ്പോൾ ജഹന്നമിയൂൻ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട്, ജഹന്നമിയൂൻ. ജഹന്നമിയൂൻ മുവഹിദുകളായ ഒരു വിഭാഗം ആളുകളാണ്. അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ അള്ളാഹു അവരെ നരകത്തിലിട്ട്, പിന്നെ അവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കും. അപ്പോൾ അവരുടെ എല്ലാ ഭാഗവും നരകം തിന്നിട്ടുണ്ടാവും. ഇവിടെ വെച്ച് സുജൂദ് ചെയ്ത സ്ഥലം നരകം തിന്നൂല. ദാറാത്തുൽ വുജൂഹ് എന്ന് പറയും, ഈ മുഖത്തിൻ്റെ ഈ കമലം, മുഖകമലം, അത് നരകം തിന്നൂല. ബാക്കിയുള്ളൊക്കെ നരകം തിന്നിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കുന്നിട്ട് എന്ത് ചെയ്യും? അവരിൽ മാഉൽ ഖുൽദ് എന്ന് പറഞ്ഞ ഒരു വെള്ളം അത് അവരിൽ തെളിയിക്കും. എന്നിട്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശാലമായ ഹദീസുകൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ തന്നെ ചില തെറ്റുകളുടെ പേരിൽ എവിടെ പോകും? നരകത്തിൽ പോയേക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു ഷഈറയുടെ, അതേപോലെ തന്നെ ഒരു ബുർറ്, ഗോതമ്പം, അതേപോലെ തന്നെ ഒരു വസ്നു ദർറ, ദർറ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ഉറുമ്പിനാ പറയാ, ചുവന്ന ചെറിയ ഉറുമ്പിനാ പറയാ. പിന്നെ അത് പരമാണുവിൻ്റെ തൂക്കം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. അത്രമാത്രം ഖൈർ ഒരു മനുഷ്യന്റെ കൽബിലുണ്ടെങ്കിൽ എന്നാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ ഈമാൻ എന്നർത്ഥം, ഈമാൻ. കാരണം അങ്ങനെ റിപ്പോർട്ടുണ്ട്, ഈമാൻ എന്നും റിപ്പോർട്ടുണ്ട്. അണുമണി തൂക്കം ഈമാൻ ഉണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ എന്ത് ചെയ്യുന്നതാണ്? നരകത്തിൽ നിന്ന് ഒരു നാൾ പുറത്തു കൊണ്ടിരുന്നതാണ്. അങ്ങനെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യന് ഉപകരിക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യന് അറിയണം.
എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉലമാക്കൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്ലിം ഉമ്മത്തിന്, അല്ലെങ്കിൽ അത് പറഞ്ഞവർക്ക് ഉപകരിക്കുവാൻ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് എന്നറിയണം, അത് അതിൻ്റെ ഒന്നാമത്തെ ഷർത്താണ് എന്ന് വിശദീകരിച്ചത്. ഇൻഷാ അല്ലാ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ മറ്റൊരു ഷർത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് മനസ്സിലാക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ.